ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എലൈൻ മാക്സി ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ തിയറി പോർഷൻസും ഡ്രോയിങ്സും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ട് നോക്കിയതിന് ശേഷം ഇത് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എലൈൻ മാക്സി കട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ അതിനെടുത്തിട്ടുള്ളത് 3 മീറ്ററിൻ്റെ ഈ ഒരു മാക്സി ബിറ്റ് ഉണ്ടല്ലോ, അതാണ് നല്ലൊരു ഷെയ്ഡിൽ നല്ല പ്രിൻ്റ് വരുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ് കേട്ടത്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് അതിനെ വീതിയിൽ മടക്കുക, അതിന് ശേഷം നീളത്തിൽ മടക്കുക, എന്നിട്ട് ഇതുപോലെ നിവർത്തിയിടുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് അളന്നിട്ട് കറക്റ്റായിട്ട് ആ ലെങ്ത്തിൽ ഇതേപോലെ മടക്കിയിടാം കേട്ടോ. അപ്പോൾ നമുക്ക് തുണി നമ്മളിപ്പോൾ 4ആയിട്ട് മടക്കി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എലൈൻ മാക്സിയിൽ നമ്മൾ മെഷർമെൻറ്റ്സ് ഒന്നും എടുത്ത് മാർക്ക് ചെയ്യുന്നില്ല. പകരം നമ്മളിതുപോലെ നമ്മളുടെ ഒരു പഴയൊരു മാക്സി എടുത്തിട്ട് അതിന് മുകളിലായിട്ട് വെച്ചിട്ട് നമ്മളിത് ട്രേസ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാമെന്നും മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കണ്ടോ, എൻഡിൽ ഇപ്പോൾ ഇതുപോലെ നമുക്ക് ലെങ്ത് എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് അവിടെ നിന്ന് കുറച്ച് കൂടുതലിടാം. ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് താഴ്ഭാഗം മടക്കി അടിക്കാനായിട്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച് നമുക്ക് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോകും. അപ്പോൾ ഇത്രയും ബാക്കി കാണുന്നത് ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. യോക്ക് പോർഷനിലോ അല്ലെങ്കിൽ സ്ലീവിനോ എവിടെയെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നല്ല വശമാണ് നമ്മൾ എടുത്തിട്ടിട്ടുള്ളത് കേട്ടോ. അതായത് അളവ് എടുത്തിട്ടുള്ളതിൻ്റെ നല്ല വശം ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ സീം അലവൻസ് നമ്മൾ വേറെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ട്രേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യുന്നത് ആ ഒരു ഷേപ്പ്, ഹിപ്പ്, ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് ആം ഹോളിൻ്റെ ആ ഒരു പോർഷൻ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾ ട്രേസ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്കൊരു ഷേപ്പ് മാത്രമേ ജസ്റ്റ് മാർക്ക് ചെയ്യാനുള്ളൂ. മാക്സി ആകുമ്പോൾ നമ്മൾ ചുരിദാറും കാര്യങ്ങളും ഇടുന്ന പോലെ കറക്റ്റ് ഷേപ്പിലല്ലല്ലോ, എല്ലാവരും കുറച്ച് ലൂസായിട്ടല്ലേ ഇടുക. പിന്നെ താഴേക്കൊക്കെ നല്ല ഫ്ലെയർ ആയിട്ടായിരിക്കും മാക്സി വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താഴേക്കൊന്നും നമ്മൾ ഷേപ്പ് ചെയ്യുന്നൊന്നുമില്ല. കറക്റ്റ് ആ ഒരു എലൈൻ പോലെ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇത് സ്ലീവ് നമ്മൾ അതിലെ പോലെ തന്നെ വെച്ചിട്ട് ആ ഒരു ഷോൾഡറിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത പോയിന്റിലാണ് മാർക്ക് ചെയ്തത്. അത് കാരണം കൊണ്ട് അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു 1/2 ഇഞ്ചിലൊരു പോയിൻറ്റും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ സീം അലവൻസ് ഇപ്പോൾ അടിച്ചുള്ളിൽ പോയിക്കാണ്. അപ്പോൾ നമ്മളത് അവിടെ കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ശരിയാവില്ല. അപ്പോൾ ഓക്കെ. പിന്നെ നമ്മളിതുപോലെ ആ ഒരു റൗണ്ട് പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട്, അത് ഇതേപോലെ നമ്മളിങ്ങനെ വിരൽ വെച്ച് അല്ലെങ്കിൽ നഖം വെച്ച് ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് ആ ഒരു പോയിൻ്റ് കുറച്ച് ഡോട്ട്സ് ഇട്ടതിന് ശേഷം അതിനെ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു മാർക്കിംഗ് ആണ്. അതിന് തൊട്ടപ്പുറത്തായിട്ട് നമ്മളൊരു 1/2 ഇഞ്ചിൽ ഒന്നും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ള പോയിൻ്റ്. കണ്ടോ, അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്ക് ഇപ്പുറത്ത് കൂടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഞാനൊന്ന് ജസ്റ്റ് നെക്ക് പോർഷൻ കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. 3.5 ഇഞ്ചാണ് വിഡ്ത്ത്, 3.5 ഇഞ്ച് തന്നെയാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. മാക്സിക്കൊക്കെ നമ്മൾ ബാക്കിൽ ചെറിയൊരു നെക്കാണ് കൊടുക്കുക. ഓക്കെ. പിന്നെ ഇത് ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ അവിടുത്തെ മാർക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ഇവിടെ നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടില്ല. നമ്മൾ നല്ല സൈഡ് വെച്ചാൽ വരച്ചതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് സീം അലവൻസ് കൊടുക്കാം. ഒരു 1.5 ഇഞ്ചൊക്കെ കൊടുത്തോ, കുറച്ച് ലൂസായിട്ട് കിടന്നോട്ടെ. ഇനി ഇൻ കേസ് നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇനി നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് മാർക്കിങ്സും കാര്യങ്ങളും ഒന്നും കാര്യമായിട്ടില്ല. നമ്മൾ എലൈൻ ടോപ്പൊക്കെ പഠിച്ച കാരണം കൊണ്ട് നിങ്ങൾക്ക് അറിയുണ്ടാവും ഓൾമോസ്റ്റ് എല്ലാതും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളൊന്നും അളവെടുത്തിട്ടല്ല, ഒരു മാക്സിയിൽ നിന്ന് നേരെ ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളതെല്ലാം. നമ്മളിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഡെയിലി വീഡിയോസ് ഇല്ലാത്തത് എനിക്ക് കുറച്ച് വർക്ക് തിരക്കായതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നരാടൊക്കെ വീഡിയോസ് വരുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോസ് വരും. കുറച്ച് ഡിലേ ഈ ഒരു വീക്കിൽ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വീക്കായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. എന്തായാലും വെനസ്ഡേ ആകുമ്പോഴേക്കും ഒന്ന് സെറ്റാവും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്യാണ്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമുക്കിതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ആ ഒരു സ്ലോപ്പ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സ്ലോപ്പിനെയും കൂടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ മാക്സിയുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ സ്ലീവും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു മാക്സി വെച്ചിട്ട് തന്നെ സ്ലീവും കട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അത് വെച്ച് ട്രേസ് ചെയ്തിട്ട് കുറച്ച് സീം അലവൻസ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ കട്ട് ചെയ്ത ആ ഒരു സ്ലീവിൻ്റെ പോർഷൻ നമുക്ക് കുറച്ചൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്ത് നമ്മളെടുത്തില്ലേ, അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സ്ലീവ് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ബാലൻസ് പോർഷൻ ഞാൻ എടുക്കുന്നില്ല. അത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് യോക്കിലോ വേറെ മാക്സി ചെയ്യുന്ന സമയത്ത് യോക്കിലോ എന്തെങ്കിലും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പീസ് ഞാൻ മാറ്റി വയ്ക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് ഇതാ ഈ ഒരു ഇത്രയും ഒരു പോർഷൻ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തതാണ് കിട്ടുക. അപ്പോൾ ഞാനത് ടേബിളിൽ ഇട്ട് വരച്ചിട്ടാണ് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. 10 ഇഞ്ച് മതി. അപ്പോൾ നമ്മൾ നടുക്കിൽ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇങ്ങനെ കുഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനും നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്ലീവ് കട്ടിങ് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ളൊരു വീഡിയോ ആയിരുന്നു അത്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവും ആ ഒരു പോർഷൻ തന്നെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ബാലൻസ് ഇപ്പോഴും തുണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആ ഒരു പീസ് വെച്ചിട്ട് നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്താൽ മതി. എക്സ്പീരിയൻസ് ഇത് കട്ട് ചെയ്ത് അധികം പരിചയമില്ലാത്തവർ അങ്ങനെ ചെയ്യണ്ട, ചിലപ്പോൾ ശരിയായില്ലെങ്കിലോ. അപ്പോൾ നമ്മൾ ആദ്യം സ്ലീവിൻ്റെ വീഡിയോ ചെയ്ത പോലെ നോക്കി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കട്ടിങ് ആണ് സ്ലീവ്, പക്ഷേ കറക്റ്റാണ് കേട്ടോ, മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കട്ടിങ് പോർഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ സ്റ്റിച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത്തും ആവും. പിന്നെ എനിക്ക് ടൈമും കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ബാലൻസ് പീസാണ് കേട്ടത്. അപ്പോൾ ഞാൻ അതിനെ മടക്കി എടുത്ത് വയ്ക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും. പിന്നെ നമ്മൾ വിട്ടുപോയൊരു കേസുണ്ട്, നമുക്ക് പടി വെക്കണമല്ലോ ഫ്രണ്ട് പോർഷനിൽ. അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ പീസ് വേണ്ടി വരും. ഫ്രണ്ടിലൊരു ഓപ്പണിങ് നമ്മൾ പറഞ്ഞിരുന്നില്ലേ ലൈൻ നൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലൊരു ഓപ്പണിങ് വരുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ പടി വയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പീസിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ബാലൻസ് വന്ന പീസിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസും വേണം. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് പരിപാടീസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പിന്നെ നെക്സ്റ്റ് ഇരിക്കാം. അപ്പോൾ ഇതാ സെറ്റാക്കി. ഇനി നമുക്ക് വേണ്ടത് ക്രോസ് പീസാണ്. ക്രോസ് പീസിന് ഞാൻ ഇതുപോലെ ബാലൻസ് ഉള്ള ഒരു പീസ് എടുത്തിട്ട് ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കും, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് പീസും എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. അപ്പോൾ അതും ഒന്ന് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ആരി ക്ലാസ്സിനും എംബ്രോയിഡറിക്കും സ്റ്റിച്ചിങ്ങിനും ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാനായിട്ട് പറ്റും കേട്ടോ. ആരിയൊക്കെ ചെയ്യുന്നവർക്ക് ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ വീഡിയോസ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്ലേലിസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്